ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ആന്റണി നവീൻ ദാസിനോട് കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. എടാ, ഇനി നമുക്ക് കിട്ടിയ ഏക പിടിവള്ളി ശ്രുതിയാണ്. അതുകൊണ്ട് അവളെ കൈവിട്ട് കളയരുത്. നീ ഒരു 2 മാസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഇവിടെ നിന്ന് മുങ്ങിക്കോ, എന്നിട്ട് പതുക്കെ തിരിച്ചു വന്നാൽ മതി. നിനക്ക് തരാനുള്ള കാശൊക്കെ ഞാൻ തന്നിരിക്കും. ഇത് കേട്ട ഉടനെ തന്നെ നവീന് ചെറിയൊരു ഡൗട്ട്. അല്ല സാറേ, ഞാൻ 2 മാസം മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ വല്ല സീനും ഉണ്ടാവുമോ എന്ന്. ആന്റണി അതങ്ങ് തള്ളി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എന്നിട്ട് അവൻ നവീനൊരു 5000 രൂപ അങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. നവീൻ നോക്കിയപ്പോൾ കാശ് കുറവാണോ എന്നൊരു ഭാവം. ഉടനെ തന്നെ ആന്റണി പറഞ്ഞു, ശരി, നീ കുറേ അടി വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ പൈസ എടുത്ത് കയ്യിലങ്ങ് വെച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെയൊന്നും ആർക്കും വാരിക്കോരി കൊടുക്കാറുള്ളതല്ല. നീ പൊയ്ക്കോ, ഞാൻ വിളിക്കുമ്പോൾ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നവീൻ ആ ഒരു കാശും വാങ്ങിച്ച് ശ്രുതിക്കിട്ട് ഒരു പണി കൊടുത്തല്ലോ എന്ന സന്തോഷത്തിൽ അവിടെ നിന്നങ്ങ് പോവാണ്. ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ നവീൻ്റെ ശല്യം തീർന്നല്ലോ എന്നൊരു ആശ്വാസമായിരിക്കും. അവളും ശ്രുതിയും കൂടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ശ്രുതിയുടെ ഫോണിലേക്ക് അരവിന്ദ് സാറിൻ്റെ കോള് വരുന്നത്. ആ ഡീലർഷിപ്പ് കൊടുത്ത സാറാണെന്ന് അറിഞ്ഞപ്പോൾ ശ്രുതിയോട് വേഗം തന്നെ എടുക്കാൻ പറഞ്ഞു. ശ്രുതി വിറയലോടെ കൂടെ തന്നെ കോൾ എടുത്തു. എന്താ സാറേ വിശേഷം എന്ന് ചോദിച്ചു. സാർ വളരെ കൂളായി തന്നെ ഡീലർഷിപ്പിൻ്റെ കാര്യം തിരക്കി. സബ് ഡീലേഴ്സിനെ ഒക്കെ കിട്ടിയോ? പ്രോഡക്ട്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടല്ലോ അല്ലേ? സാറ് ചോദിച്ചു. അപ്പോഴാണ് ശ്രുതി തൻ്റെ ഐഡിയ പുറത്തെടുത്തത്. സാറേ, ആൾക്കാർക്ക് ഈ സാധനത്തെക്കുറിച്ച് അത്ര വലിയ ധാരണയൊന്നുമില്ല. നമുക്കൊരു പരസ്യമൊക്കെ കൊടുത്താൽ നന്നായിരുന്നു. അരവിന്ദ് സാറും അത് കൊള്ളാമെന്ന് തോന്നി. പൈസയൊക്കെ ഞാൻ നോക്കിക്കോളാം, ശ്രുതി വിഷമിക്കൊന്നും വേണ്ട. ഒരു കിടു പരസ്യം അങ്ങോട്ടേക്ക് റെഡിയാക്കണം. പരസ്യത്തിന് വലിയ മോഡലുകളെയോ താരങ്ങളെയൊക്കെ വിളിക്കേണ്ടി വരുമെന്നൊക്കെ ശ്രുതി തൻ്റെ പേടി പ്രകടിപ്പിച്ചപ്പോൾ ശ്രുതി പതുക്കെ അവനെ പിച്ചുന്നുണ്ടായിരുന്നു. വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ സാറിൻ്റെ പ്ലാനൊക്കെ വേറെയായിരുന്നു. വലിയ മോഡലുകളൊന്നും വേണ്ട ശ്രുതി. പരസ്യം ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു നാച്ചുറാലിറ്റി വേണം. അതുകൊണ്ട് ശ്രുതിയുടെ വീട്ടുകാരെ വെച്ച് തന്നെ നമുക്കിത് ചെയ്യിപ്പിക്കാം. അതും ശ്രുതിയുടെ ഷോപ്പിൽ വെച്ച് തന്നെ. അതാകുമ്പോൾ കടക്കും ഒരു പബ്ലിസിറ്റി ആവുമല്ലോ. സ്ക്രിപ്റ്റും ആൾക്കാരെയൊക്കെ ഞാൻ റെഡിയാക്കി തന്നോളാം. ശ്രുതി വീട്ടുകാരെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മാത്രം മതിയെന്ന് പറയും. ശ്രുതിക്ക് ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ടുവെങ്കിലും വീട്ടുകാരെ സമ്മതിക്കുമോ എന്നൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. കോള് കട്ട് ചെയ്തപ്പോൾ ശ്രുതി ഒരു പ്ലാന് പറഞ്ഞു. അരവിന്ദ് സാർ തരുന്ന കാശിൽ നിന്ന് ഒരു 25,000 രൂപ വെച്ച് വീട്ടുകാർക്ക് ഓരോരുത്തർക്കും കൊടുക്കാം. അപ്പോൾ അവർക്ക് സന്തോഷമാവും. അന്നേരം ശ്രുതി മനസ്സിലൊന്ന് ചിരിച്ചു. അമ്മയെ പറ്റിച്ച് 2 ലക്ഷം രൂപ അടിച്ചു മാറ്റിയ ശ്രുതിയുടെയും ഈ ശ്രുതിയുടെയും സ്വഭാവം ഒന്നു തന്നെയാണല്ലോ എന്ന്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, എടി, വീട്ടുകാരെ സമ്മതിപ്പിക്കുക എന്നത് അത്ര വലിയ ടാസ്ക് തന്നെയാണ്. വീട്ടിലെത്തിയതും അവർ ഈ ഒരു കാര്യം അവതരിപ്പിച്ചു. ചന്ദ്രമതിക്ക് ആകെ സന്തോഷം. എൻ്റെ മകൻ ഉയർന്നു വരുന്നത് കാണാനല്ലേ ഞാനീ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനോട് ചന്ദ്രമതി അങ്ങ് വീമ്പിളക്കി. ശ്രുതിയും ഒപ്പം വീട്ടുകാരും നിങ്ങളെല്ലാവരും പരസ്യത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു ഞെട്ടലായിരിക്കും. വർഷ ചോദിക്കുന്നത്, ഞങ്ങളെന്തിനാ ഇതിലൊക്കെ അഭിനയിക്കുന്നത് എന്ന്. സച്ചിക്കും രേവതിക്കുമൊന്നും അഭിനയിക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ചന്ദ്രമതി രേവതിയെ കളിയാക്കി. നീ ഇപ്പം നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എന്ന് ചോദിക്കും. സച്ചി അതിന് ചന്ദ്രമതിയെ തന്നെ അങ്ങ് തിരിച്ചടിച്ചു. വർഷ പതുക്കെ കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല, അഭിനയിച്ചാൽ ഞങ്ങൾക്കെന്താ കിട്ടുക, ഞങ്ങൾക്കെന്താ നേട്ടമെന്ന്. ഇതൊക്കെ ഫാമിലി ഷോപ്പല്ലേ എന്നൊക്കെ ശ്രുതി സോപ്പിടാൻ നോക്കിയെങ്കിലും സച്ചി വിട്ടുകൊടുക്കുന്നില്ല. നീ എപ്പോഴും നിന്റെ കട എന്നല്ലേ പറയാറുള്ളത്, പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ ഷോപ്പാവുന്നത് എന്ന് സച്ചി തിരിച്ചു ചോദിച്ചു. ചന്ദ്രമതി അന്നേരം ഇത് സച്ചിയുടെ അസൂയാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ്. ഒടുവിൽ ശ്രുതിയും പറയുന്നുണ്ട്, അരവിന്ദ് സാറിന് സച്ചിയെ ഒരുപാടധികം ഇഷ്ടമാണെന്നും സച്ചി ഇതിൽ അഭിനയിച്ചാൽ മാത്രമേ സാറിന് ഇത് തൃപ്തിയാവൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി പതുക്കെ അതിലങ്ങ് വീണു. രേവതി തൻ്റെ പൂക്കച്ചവടം മുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പകരം വേറെ പെണ്ണിനെ വെക്കാമെന്ന് സച്ചി തമാശക്ക് പറഞ്ഞതും രേവതി അങ്ങ് റെഡിയായി. അവസാനം ശ്രുതി അമ്മക്ക് മാത്രം രഹസ്യമായിട്ട് ഒരു 1000 രൂപ കൊടുത്തു. പൈസ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെയൊക്കെ പറ്റിച്ചു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ബോംബെയിൽ നിന്നുള്ള ആ ഒരു ടീമെത്തി. രവീന്ദ്രനും ചന്ദ്രമതിയും കടയുടമകളും മറ്റുള്ളവർ സാധനം വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സായിട്ടാണ് റോള്. രവീന്ദ്രൻ അഭിനയിക്കാൻ വലിയ വശമില്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്ടർ അയാളെ കുറേയധികം ചീത്ത പറഞ്ഞു. ഇത് കണ്ട സച്ചിക്കങ്ങ് സഹിച്ചില്ല. പൈസ വാങ്ങാതെ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ വന്ന എൻ്റെ അച്ഛനെങ്ങനെ ചീത്ത പറയാൻ, നീയൊക്കെ ആരാടാ എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങ് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് ആ ഒരു സത്യം അങ്ങ് പുറത്തു വന്നത്. ഡയറക്ടർ വിളിച്ചു പറഞ്ഞു, ആര് പറഞ്ഞു ഫ്രീ ആയിട്ടാണ് നിങ്ങളൊക്കെ അഭിനയിക്കുന്നത് എന്ന്? ഓരോരുത്തർക്കും വേണ്ടിയിട്ട് 25,000 രൂപ വെച്ചിട്ട് കാശ് അങ്ങ് എണ്ണി വാങ്ങിച്ചതല്ലേ, എന്നിട്ടാണ് നിങ്ങൾ ഈ അഭിനയിക്കുന്നത് എന്നങ്ങ് പറയും. ഇത് കേട്ടപ്പോൾ സച്ചിയും ശ്രീകാന്തും വർഷയൊക്കെ അങ്ങനെ ആകെ അമ്പരന്ന് പോയി. ശ്രുതിയുടെയും കള്ളത്തരങ്ങൾ എല്ലാവരുടെയും മുന്നിലങ്ങ് പൊളിഞ്ഞു വീഴാണ്. ഡയറക്ടറുടെ ആ ഒരു വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ സച്ചിയുടെയും മറ്റുള്ളവരുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ശ്രുതിയും പരസ്പരം നോക്കി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. തങ്ങൾ കെട്ടിപ്പൊക്കിയ ആ ഒരു നുണക്കോട്ട ഇത്ര പെട്ടെന്ന് തകരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. വർഷ കയ്യിലിരുന്ന ആ ഒരു ബാഗങ്ങ് താഴേക്കിട്ട് ശ്രുതിയുടെ നേരെ നടന്നു ചെന്നു. എന്താ ശ്രുതി, നീ എന്താ സ്വന്തം കുടുംബത്തോടാണോ ഈ ചതി ചെയ്യുന്നത്?
ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് വന്നു നിൽക്കുന്നത് നിന്റെ കട നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ്, അല്ലാതെ നിന്റെ 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. വർഷം മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഗർജിച്ച സമയത്തിനെ ശ്രുതിക്കും തല താഴ്ത്തി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അത് കേട്ട് ചന്ദ്രമതി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. തനിക്ക് മാത്രം 1000 രൂപ കിട്ടിയതിൽ അഭിമാനിച്ചിരുന്ന അവർക്ക് ബാക്കിയുള്ളവരുടെ കാശ് ശ്രുതിയും കൂടി അടിച്ചു മാറ്റാൻ നോക്കിയെന്നറിഞ്ഞപ്പോൾ വലിയ വിഷമമായി. സച്ചി ഡയറക്ടറെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സർ, ഈ പരസ്യം ഞങ്ങൾ ചെയ്യുന്നില്ല. പണം വാങ്ങി ഞങ്ങളെ പറ്റിച്ച ഇവരുടെ നാടകത്തിൽ ഞങ്ങളില്ല. സച്ചി ഇറങ്ങിപ്പോവാൻ തുടങ്ങിയപ്പോൾ അരവിന്ദ് സർ അവിടേക്ക് കയറി വന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞ അദ്ദേഹം ശ്രുതിയെയും ശരിക്കും അങ്ങ് സഹകരിച്ചു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹത്തേക്കാൾ വലുതാണോ ശ്രുതി ഈ പണം? ഇത്രയും വലിയൊരു ചതി ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അരവിന്ദ് സർ വളരെ ഗൗരവത്തിൽ തന്നെ ശ്രുതിയോട് പറഞ്ഞു. ശ്രുതി പതുക്കെ കരഞ്ഞു തുടങ്ങി. താൻ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നും തെറ്റ് പറ്റിയതാണെന്നും അവൾ ഏറ്റു പറഞ്ഞു. രേവതിക്ക് ശ്രുതിയോട് പാവം തോന്നി. രേവതി സച്ചിയെ അനുനയിപ്പിച്ചു. സച്ചിയേട്ട, അവർക്ക് തെറ്റുപറ്റിയതല്ലേ, പക്ഷേ ഈ പരസ്യം മുടങ്ങിയാൽ ശ്രുതിയുടെ ബിസിനസ് അങ്ങ് തകർന്നു പോവും. അത് അമ്മയുടെയും അച്ഛൻ്റെയും അല്ലേ ബാധിക്കാൻ പോകുന്നത്. രേവതിയുടെ ആ ഒരു വാക്ക് കേട്ട് സച്ചി പതുക്കെ അങ്ങ് ശാന്തനായി. അരവിന്ദ് സർ ഒരു കണ്ടീഷൻ വെച്ചു. ഈ പരസ്യം പൂർത്തിയാക്കണം, പക്ഷേ എല്ലാവർക്കുമുള്ള പ്രതിഫലം അവരുടെ അക്കൗണ്ടിലേക്ക് ഞാൻ തന്നെ നേരിട്ടിട്ട് തരും. ശ്രുതിക്ക് ഇതിൽ നിന്നും 1 രൂപ പോലും കിട്ടില്ല എന്ന് പറയും. അങ്ങനെ എല്ലാവരും വീണ്ടും ആ ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തി. ഇത്തവണ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടെ എല്ലാവരും ആ ഒരു പരസ്യം അങ്ങ് പൂർത്തിയാക്കി. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ശ്രുതിയും എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരസ്യം വളരെ നാച്ചുറാലിറ്റിയോടെ ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ പരസ്യം വമ്പൻ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ടെന്ന് മാത്രമല്ല, അവർ പ്രതീക്ഷിച്ചിരുന്ന നല്ല രീതിയിൽ തന്നെ ലാഭം കൊയ്യാനും അവർക്ക് പറ്റി. എല്ലാവരും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും ആ ഒരു വീട്ടിൽ ചിരി പടർന്നു. പണം മാത്രമല്ല, പരസ്പര വിശ്വാസം തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് ശ്രുതി അന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ ഒരു പരസ്യം ടി വിയിൽ വന്നപ്പോൾ രവീന്ദ്രനും ചന്ദ്രമതിയും നാട്ടിലെ താരങ്ങളായി മാറി. കുടുംബം ഒന്നാകും ആകെ വിജയം ആഘോഷിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.